പ്രിയമുള്ളവരെ, പാസ്റ്റർ ബെന്നിഹിൻ എഴുതിയ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷയാണ് ഞാനിവിടെ ഓഡിയോ ബുക്കായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തുടർന്ന് കേൾക്കുമല്ലോ. ഭാഗം 2. ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു. പിറ്റ്സ്ബർഗിൽ ഒരു ഹ്രസ്വരാത്രി. എന്റെ സുഹൃത്ത് ജിം പോയിന്റർ ചാർട്ടർ ചെയ്ത ഒരു ബസ് യാത്രയിൽ പെന്നിസിൽവേനിയയിലെ പിറ്റ്സ്ബർഗ് എന്ന സ്ഥലത്തേക്ക് പോകുവാൻ എന്നെ ക്ഷണിച്ചു. ഞാൻ പോയിരുന്ന സഭയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഫ്രീ മെത്തഡിസ്റ്റ് ശുശ്രൂഷകനാണ് ജിം പോയിന്റർ. കാതറിൻ കുൾമാൻ എന്ന രോഗശാന്തി ശുശ്രൂഷകയുടെ യോഗത്തിലേക്കാണ് ഞങ്ങൾ പോയത്. സത്യത്തിൽ അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് കാര്യമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവരെ ടിവിയിൽ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രസംഗം എന്നെ പിന്തിരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ജിം പോയിന്റർ എൻ്റെ സുഹൃത്തായിരുന്നു. എൻ്റെ സുഹൃത്തിനെ നിരാശപ്പെടുത്തരുതല്ലോ എന്ന് ഞാൻ കരുതി. ബസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞു, ജിം, ഈ യാത്രയെ സംബന്ധിച്ച് എൻ്റെ പിതാവുമായി എനിക്കുണ്ടായ സംഘർഷം വലുതാണ്. എൻ്റെ മാനസാന്തരത്തിന് ശേഷം ഞാൻ ചർച്ചിൽ സംബന്ധിക്കുന്നതിനെ തടയാൻ എൻ്റെ മാതാപിതാക്കൾ അവർക്ക് കഴിയാവുന്നതൊക്കെയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പിറ്റ്സ്ബർഗിലേക്കുള്ള യാത്രയും അസാധ്യമായിരുന്നു. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവർ എനിക്ക് അനുവാദം നൽകി. വ്യാഴാഴ്ച ഏകദേശം മധ്യാഹ്നത്തോടെ ഞങ്ങൾ ടൊറന്റോ വിട്ടു. 7 മണിക്കൂർ മാത്രം മതിയായിരുന്ന യാത്ര മഞ്ഞുകാറ്റ് നിമിത്തം സാവധാനത്തിലായിരുന്നു. അതിനാൽ രാത്രി 1 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഹോട്ടൽ മുറിയിൽ എത്തുന്നത്. ജിം പറഞ്ഞു, ബെന്നി, നമുക്ക് 5 മണിക്ക് എഴുന്നേൽക്കണം. ഇന്ന് രാവിലെ 5 മണിക്കോ? ഞാൻ ചോദിച്ചു. എന്തിന്? ജിം പറഞ്ഞു, ആ കെട്ടിടത്തിൽ നമ്മൾ 6 മണിക്കെങ്കിലും എത്തിയില്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് ലഭിക്കുകയില്ല. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആരെങ്കിലും ചർച്ചിൽ പോകുവാൻ സൂര്യൻ ഉദിക്കും മുമ്പേ ഈ മരവിപ്പിക്കുന്ന തണുപ്പിൽ പോയി നിൽക്കുമോ? എന്തായാലും അത്രയും നേരത്തെ പോയേ മതിയാവൂ എന്ന് ജിം പറഞ്ഞു. ഞാൻ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റു. വല്ലാത്ത തണുപ്പ്. കിട്ടാവുന്ന എല്ലാ വസ്ത്രവും ധരിച്ചു. ബൂട്ട്സും ഗ്ലൗസും ധരിച്ച എന്നെ കണ്ടാൽ എസ്കിമോയെ പോലെ തോന്നും. പിറ്റ്സ്ബർഗിലെ ഫസ്റ്റ് പ്രസ്ബിറ്റേറിയൻ ചർച്ചിൽ ഞങ്ങൾ എത്തി. അപ്പോഴും ഇരുട്ടായിരുന്നു. എന്നാൽ 100 കണക്കിന് ആളുകൾ അപ്പോൾ തന്നെ എത്തിയിരിക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടി. ഇനിയും 2 മണിക്കൂറിന് ശേഷമേ ചർച്ചിന്റെ വാതിൽ തുറക്കുകയുള്ളൂ. ഞാൻ ചെറിയ മനുഷ്യനായിരുന്നതിനാൽ സാവധാനം ആളുകൾക്കിടയിലൂടെ ഞാൻ മുന്നിലേക്ക് എത്തി. ജിമ്മും എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വാതിലിനടുത്തെത്തി. കുറച്ചാളുകൾ ആ വാതിലിന് മുന്നിലിരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവരെ നോക്കിക്കൊണ്ട് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, രാത്രി മുഴുവൻ ഇവരിവിടെ കഴിയുകയായിരുന്നു. എല്ലാ ആഴ്ചയിലും ഇതുതന്നെയാണ് സ്ഥിതി. അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ വിറയ്ക്കുന്നത് പോലെ തോന്നി. ആരോ എന്നെ പിടിച്ചു കുലുക്കുന്നത് പോലെ എനിക്ക് തോന്നി. തണുപ്പ് മൂലം എന്നെ വിറയ്ക്കുന്നതാവാം എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ തണുപ്പിനുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നതിനാൽ എന്നെ തണുപ്പ് ബാധിച്ചിരുന്നില്ല. നിയന്ത്രിക്കാനാവാത്ത വിധം ഞാൻ കുലുങ്ങി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ എനിക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അത് നിൽക്കുന്നുമില്ല. ജിമ്മിനോട് പറയണമെന്നുണ്ടെങ്കിലും എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ അസ്ഥികൾ വളരെ കുലുങ്ങുന്നതായി എനിക്ക് തോന്നി. എൻ്റെ മുട്ടുകൾ കുലുങ്ങി വിറയ്ക്കുന്നു. നാവിലും അത് അനുഭവപ്പെട്ടു. എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഇത് ദൈവശക്തിയാണോ? എനിക്കൊന്നും മനസ്സിലായില്ല.